നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് 5 ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന വിശദവാദമാണ് ഹർജിയിൽ നടന്നത്. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, ഗൺമാൻമാരുടെ രക്ഷാപ്രവർത്തനം എന്ന് അന്ന് അവകാശപ്പെട്ടിരുന്ന ആ രക്ഷാപ്രവർത്തനത്തിന് ശിക്ഷയുണ്ടാകുമോ? എന്തായിരിക്കും ഇപ്പോൾ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ? മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അതിൽ വിശദമായ വാദപ്രതിവാദം വാദിഭാഗവും പ്രതിഭാഗവും ഇക്കാര്യത്തിൽ ഉന്നയിച്ചതാണ്. ഇതിൽ എന്താകും ഇനി കോടതിയുടെ തീരുമാനമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ UDF സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമായിരുന്നു ആ ഗൺമാൻമാർക്കെതിരെ നവകേരള യാത്രയ്ക്കിടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച ഗൺമാൻമാർക്കെതിരെയുള്ള ഒരു അന്വേഷണം എന്നുള്ളത്. ആ പുനരന്വേഷണം SIT പ്രത്യേക അന്വേഷണം SITക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് 5 ഗൺമാൻമാരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവരുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. പക്ഷേ അത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ വിശദമായിട്ടുള്ള ഒരു വാദം ഈ ഇരു കൂട്ടരെയും 3 ദിവസത്തോളം ഇത് കേട്ടു എന്നുള്ളതാണ്. ജില്ലാ സെഷൻസ് കോടതിയിലെ ജഡ്ജായ ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് ഈ 3 ദിവസവും വിശദമായിട്ടുള്ള വാദം കേട്ടത്. അതിൽ വാദിഭാഗം പറയുന്നത് അങ്ങനെ അവിടെ മർദ്ദിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ തലയ്ക്കാണ് മർദ്ദിച്ചത്, ലാത്തിയല്ല ഉപയോഗിച്ചത്. ശാസ്ത്രീയ പരിശോധനയിൽ അത് ലാത്തി പോലെ ഇരിക്കുന്ന മറ്റൊരു മാരകമായിട്ടുള്ള ഒരു ആയുധമാണ്. അത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്ന് മർദ്ദിച്ചത്. ബോധപൂർവമായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നു, അത് തലയ്ക്കാണ് അടിച്ചത് എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, അതിന് പ്രധാനമായിട്ടുള്ള മൊഴികളുണ്ട്, പോലീസുകാർ തന്നെ നൽകിയിട്ടുള്ള മൊഴികളുണ്ട് തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പ്രതിഭാഗമാകട്ടെ അതൊരു സുരക്ഷയുടെ ഭാഗമായി മാത്രമുണ്ടായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നു. ഒപ്പം തന്നെ Z കാറ്റഗറിയിലുള്ള മുഖ്യമന്ത്രി വരുന്നൊരു സമയത്ത് അന്നത്തെ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് തല്ലിൻ്റെ സാഹചര്യം ഉണ്ടായത്. തലയ്ക്ക് മർദ്ദിച്ചിട്ടില്ല, ലാത്തി തന്നെയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ സാക്ഷികളായിട്ടുള്ളതും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ഒപ്പം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത് ജയ്ഹിന്ദ് ചാനലിലെ ഒരു ക്യാമറാമാൻ എടുത്ത ദൃശ്യങ്ങളുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.